അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 29. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി. നാം പറഞ്ഞു വന്നത് സിദ്ഖുൽ ഖബരി മുതാബഖത്തുഹു ലിൽ വാഖിഇ വകദിബുഹു അല്ലെങ്കിൽ കിദ്ബുഹു അദമുഹ. ഖബർ സാദിക്കാവുക എന്ന് പറഞ്ഞാൽ ആ ഖബറിന്റെ ഹുക്കുമ് വാക്കിനോട് ഒക്കലാണ്. അതായത് കലാമിയായ നിസ്ബ, കലാമിൽ നിന്ന് അറിയപ്പെടുന്ന ആ ഹുക്കുമ് ഖാരിജിയായ നിസ്ബയോട് യോജിക്കലാണ്. അത് ഇഅ്തിഖാദിനോട് യോജിച്ചാലും ശരി. ഏതുപോലെ ഒരു സുന്നിയായ ആള് അൽ ആലമു ഹാദിസുൻ, വാക്കിയിൽ ആലം ഹാദിസായതുകൊണ്ട് ഈ ഖബർ സാദിഖാണെന്ന് പറയും. ഇത് പറഞ്ഞ ഈ സുന്നിയായ ആളുടെ ഇഅ്തിഖാദിനോട് യോജിച്ചതുമാണ്. അതേസമയത്ത് ഒരു ഫൽസഫിയായ ആള്, ഒരു ഫൽസഫി എന്ന് പറഞ്ഞു അൽ ആലമു ഹാദിസുൻ, അതും എന്തു തന്നെയാണ്, സാദിഖായ ഖബറാണ്. അവന്റെ ഇഅ്തിഖാദിനോട് യോജിച്ചിട്ടില്ലെങ്കിലും. അതേപോലെ തന്നെ ഖബർ സാദിക്കാവുക എന്ന് പറഞ്ഞാൽ, വാക്ക് കാദിബാവുക എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദ് മറ്റേ കലാമിയ നിസ്ബ ഖാരിജിയ നിസ്ബയോട് യോജിക്കാതിരിക്കലാണ്. അത് ഇഅ്തിഖാദിനോട് യോജിച്ചാലും ശരി. ഒരു ഫൽസഫിയായ ആള് അൽ ആലമു ഖദീമുൻ എന്ന് പറഞ്ഞു, അവന്റെ ഇഅ്തിഖാദിനോട് അത് യോജിച്ചിട്ടുണ്ട്. പക്ഷെ വാക്കിനോട് യോജിക്കാത്തത് കൊണ്ട് അത് കാദിബാണ്. ഒരു സുന്നിയായ ആള് അൽ ആലമു ഖദീമുൻ, അതും കാദിബ് തന്നെയാണ്, അവന്റെ ഇഅ്തിഖാദിനോട് യോജിച്ചിട്ടില്ല. അപ്പോൾ ഇഅ്തിഖാദിനോട് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, വാക്കിനോട് യോജിച്ചാൽ കലാമിയായ നിസ്ബ യഥാർത്ഥത്തിൽ ഉള്ള നിസ്ബയോട് അഥവാ ഖാരിജിയായ നിസ്ബയോട് യോജിച്ചാൽ അത് സാദിഖാണെന്നും അല്ല എങ്കിൽ കാദിബാണെന്നും പറയും. യോജിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ഷാക്ക്, ഒരു സംശയിച്ചവന്റെ ഖബർ, ഷാക്കിന്റെ ഖബർ എന്താണ്, അത് വാക്കിനോട് യോജിച്ചതാണെങ്കിൽ സാദിഖ് എന്ന് പറയും, യോജിച്ചിട്ടില്ലെങ്കിൽ എന്തെന്നും പറയും, കാദിബ് എന്നും പറയും. എന്നാണല്ലോ ഉള്ളത്. പിന്നെ ഇനി പറയാൻ പോകുന്നത് വക്കീല, പറയപ്പെട്ടു, മുത്താബഖത്തുഹു ലിഇഅ്തിഖാദിൽ മുഖ്ബിരി വലോ ഖതഅൻ വഅദമുഹാ. ഈ ഖീല എന്ന് പറയാൻ കാരണം, ഖീല ഇതിന്റെ ഫായിലിനായി കായിലിന് അറിയപ്പെട്ട ആൾ തന്നെയാണ്. മുഅ്തസിലിയിൽപ്പെട്ട മുഅ്തസിലിയായ ഒരു നല്ലാമ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആളെ അറിഞ്ഞിട്ടും ഇവിടെ ഫീലിനെ മജ്ഹൂലാക്കി. അത് അൽഫിയുടെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്, വഅലം അന്നൽ ഫായില ഖദ് യുഹ്ദഫു ലിൽ ജഹ്ലി ബിഹി ഔ ലിഗറദിൻ ലഫ്ദിയ്യിൻ ഔ മഅനവിയ്യിൻ. ഒന്ന്, ഫായിലിനെ അറിയാത്തത് കൊണ്ടും ചിലപ്പോ ഫീലിനെ മജ്ഹൂലാക്കും, അല്ലെങ്കിൽ ഫായിലിനെ അറിയാം ലഫ്ദിയായ ഒരു ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ മഅനവിയായ ഒരു ആവശ്യത്തിന് വേണ്ടി. ഈ ലഫ്ദിയായ ആവശ്യവും മഅനവിയായ ആവശ്യവും ഉണ്ടാകുമ്പോൾ ഫായിലിനെ അറിയപ്പെട്ടേക്കാം. ഇവിടെ ഖീല എന്ന് പറഞ്ഞാൽ കായില് നല്ലാമ് എന്ന് പറഞ്ഞൊരു മുഅ്തസിലിയാണ്. പക്ഷേ അയാളെ പേര് പറയുന്നതുകൊണ്ട് വലിയ ഫായിദയൊന്നുമില്ല. കാരണം ഇയാളുടെ ഈ അഭിപ്രായം അനുസരിച്ച് ഒരു യഹൂദിയായ ആള് അൽ ഇസ്ലാമു ബാത്തിൽ എന്ന് പറഞ്ഞാൽ അത് സാദിഖാണ്. ഇയാളുടെ അഭിപ്രായത്തിൽ ആ ഖബർ സാദിഖാണ്. ഇതൊരു യഥാർത്ഥ മുസ്ലിമിന് സമ്മതിക്കാൻ പറ്റൂല. അതേ സമയത്ത് ഈ യഹൂദി തന്നെ, ഒരു യഹൂദി അൽ ഇസ്ലാമു ഹഖുൻ എന്ന് പറഞ്ഞാൽ ഈ ഖീലന്റെ കായില്, ഈ നല്ലാമിന്റെ അടുക്കൽ അത് അൽ ഇസ്ലാമു ബാത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഇഅ്തിഖാദിനോട് യോജിച്ചതുകൊണ്ട്
അൽ ഇസ്ലാമു ബാത്തിലുൻ, അവന്റെ ഇത്തിക്കാദ് അതാണല്ലോ. ആരുടെ? ഈ യഹൂദിയുടെ ഇത്തിക്കാദ് ഇസ്ലാം ബാത്തിലാണെന്നാണ്. അപ്പൊ അവന്റെ ഇത്തിക്കാദിനോട് യോജിച്ചു, അതുകൊണ്ട് ഇത് സാദിക്കാനെന്ന് പറയും. അൽ ഇസ്ലാമു സാദിക്കുൻ എന്നുള്ളത് നല്ലാമിന്റെ അടുക്കൽ, അൽ ഇസ്ലാമു ബാത്തിലുൻ എന്നുള്ളത് നല്ലാമിന്റെ അടുക്കൽ അത് സാദിക്കാണ്. അൽ ഇസ്ലാമു ഹക്കുൻ എന്നൊരു യഹൂദി പറഞ്ഞാലോ അത് കാദിബുമാണ്. അതായത് അതുകൊണ്ട് തന്നെ ഇവന്റെ പേര് പറയാൻ മുസന്നിഫിന് അല്പം വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖീല എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ വാസിലിബിന് അത്താവ് എന്ന് പറഞ്ഞു? മുർത്തക്കിബുൽ കബീറത്തി, വൻദോഷം ചെയ്തവൻ, ലൈസ ബി മോമിനിൻ വലാ കാഫിരിൻ. മറ്റേ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞുപോയ തെറ്റിപ്പോയ ഒരാളാണ് വാസിലിബിന് അത്താവ്. ഇവന്റെ വാദം എന്താണ്? മുർത്തക്കിബുൽ കബീറത്തി ലൈസ ബി മോമിനിൻ വലാ കാഫിരിൻ. ഇവന്റെ വിശ്വാസം അതാ. ഇത് നല്ലാമിന്റെ അടുക്കൽ, നല്ലാമിന്റെ അഭിപ്രായ പ്രകാരം ഇത് സാദിക്കായ ഖബറാണ്. ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ജമാഅത്തിന്റെ അടുക്കൽ ഇത് കാദിബായ ഖബറുമാണ്. അതേപോലെ ഒരുപാട് വാക്കിനോട് യോജിക്കാത്തതായ വാദങ്ങൾ മുഅ്തസിലിയാക്കൾക്കുണ്ട്. സവാബുൽ മുത്തി വാജിബുൻ അലല്ലാഹ്, വഴിപ്പെട്ടവനുക്ക് സവാബ് കൊടുക്കൽ അല്ലാഹുവിന്റെ മേൽ വാജിബാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അടുക്കൽ കാദിബായ ഖബറാണ്. പക്ഷേ നല്ലാമിന്റെ അടുക്കൽ അത് സാദിക്കാണ്. അതുപോലെ ഇക്കാബുൽ ആസി, തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുക്കലും വാജിബാണെന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഖബറിന്റെ ഹുക്കുമ്, അതായത് കലാമിയായ നിസ്ബ ഏറ്റിക്കാദിനോട് ഒക്കലാണ് സിദ്ക്കിന്റെ മാനദണ്ഡം, ഒക്കാതിരിക്കലാണ് കദിബിന്റെ മാനദണ്ഡം എന്ന ഈ നല്ലാമിന്റെ അഭിപ്രായം ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മുസന്നിഫ് തങ്ങൾ അയാളുടെ പേര് പറയാതെ ഖീല എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ പിന്നൊരു ചോദ്യം, മൂന്നാമത്തെ കൗലി ജാഹിദിന്റേത് വരാനുണ്ട്. അയാൾ മുഅ്തസിലിയാണല്ലോ, അയാളുടെ പേര് പറഞ്ഞു. അയാളുടെ പേര് പറയാനുള്ള കാരണം അയാളുടെ വാദം കൊണ്ട് എന്തില്ല, ഒരു അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. നല്ലാമിന്റെ കൗൽ അങ്ങനെയല്ല. ഈത്തിക്കാദിനോട് യോജിച്ചാലേ സാദിക്കാവൂ, ഖബർ സാദിക്കാവൽ ഈത്തിക്കാദിനോട് യോജിക്കലാണെന്ന് പറയുമ്പോൾ ഏത് അമുസ്ലിമും എന്ത് വാക്കിനോട് യോജിക്കാത്ത ഏത് നിരീശ്വരവാദിയും ഇപ്പോൾ അല്ലാഹു തആല ഈ ആലമിനെ പടച്ചവൻ അല്ലാഹു അല്ല, അല്ലെങ്കിൽ ഈ ലോകം തനിയെ ഉണ്ടായതാണ് എന്നൊരു നിരീശ്വരവാദി പറഞ്ഞാൽ ഈ നല്ലാമിന്റെ അടുക്കൽ, രണ്ടാം കൗലുകാരന്റെ അടുക്കൽ അത് സാദിക്കാണെന്ന് പറയേണ്ടി വരും. ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വാദമാണ് നല്ലാമിന്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് ഖീല എന്ന് പറയാൻ കാരണം. മൂന്നാം കൗല് ജാഹിദിന്റെ അഭിപ്രായത്തിൽ എയ്തിക്കാദിനോടും വാക്കിനോടും ഒക്കലാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്. ആ വാദം അനുസരിച്ച്, ആ കൗലനുസരിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. പറയട്ടെ, വക്കീല പറയപ്പെട്ടു, സിദ്ഖുൽ ഖബരി, ഖബർ സാദിക്കാവുക എന്ന് പറഞ്ഞാൽ മുത്താബഖത്തുഹു ലിഇത്തിഖാദിൽ മുഖ്ബിരി, ആ ഖബറിലുള്ള ഹുക്മ് എന്ത് മുഖ്ബിറിന്റെ ഇത്തിഖാദിനോട് യോജിക്കലാണ്. വലൗ കാന ദാലിക്കൽ ഇത്തിഖാദു ഖതഅൻ, അതായത് ഗൈറ മുത്താബിഖിൻ ലിൽ വാഖി, ആ ഇത്തിഖാദ് വാക്കിനോട് യോജിക്കാത്തതാണെങ്കിലും ശരി, വാക്കിനോട് യോജിക്കാത്തതാണെങ്കിലും ശരി, അതാണ് ഖത്തർ. വകദിബുൽ ഖബരി, ഖബർ കാദിബാവുക എന്ന് പറഞ്ഞാൽ അദമുഹ,
ഖബറിലുള്ള ഹുക്കുമ് ഖബരിയായ ഹുക്കുമ് യോജിക്കാതിരിക്കലാണ്. ഐ അദമു മുത്താബക്കത്തിഹി ഖബറിന്റെ ഹുക്കുമ് ഒക്കാതിരിക്കലാണ് ഇഅ്തിഖാദിൽ മുഖ്ബിരി മുഖ്ബിറിന്റെ ഇഅ്തിഖാദിനോട് ഒക്കാതിരിക്കലാണ്. അപ്പൊ ഇഅ്തിഖാദിനോട് യോജിച്ചാൽ അത് സാധിക്കുമെന്നും യോജിച്ചിട്ടില്ലെങ്കിൽ അത് കാദിബ് എന്നും. അവിടെ വാക്കിനോട് ഒത്താലും ശരി, യോജിച്ചാലും ശരി, യോജിച്ചിട്ടില്ലെങ്കിലും ശരി, രണ്ട് സ്ഥലത്തേക്കും അത് ബാധകമാണ്. ഫഖൗലു ഖായിലി അപ്പോ കദിബുൽ ഖബരി ഖബർ കാദിബാവുക എന്ന് പറഞ്ഞാൽ അദമുഹ മുത്താബക്കത്ത് ഇല്ലാതിരിക്കലാണ്. ഖബർ യോജിക്കാതിരിക്കലാണ്. ഖബർ യോജിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ഹുക്കുമ് യോജിക്കാതിരിക്കലാണ് ഇഅ്തിഖാദിൽ മുഖ്ബിരി. അദമു മുത്താബക്കത്തിഹി ഖബർ യോജിക്കാതിരിക്കലാണ്. ഐ ഹുക്കുമുഹു എന്നർത്ഥം. ഐ ഹുക്കുമിഹി ഖബറിന്റെ ഹുക്കുമ് യോജിക്കാതിരിക്കലാണ് ഇഅ്തിഖാദിൽ മുഖ്ബിരി മുഖ്ബിറിന്റെ ഇഅ്തിഖാദിനോട്. വലൗകാന ഖതഅൻ ഇഅ്തിഖാദ് പിഴവാണെങ്കിലും ശരി. ഫഖൗലുൽ ഖായിലി ഒരു ഖായിലിന്റെ ഖൗല് അസ്സമാഉ തഹത്തനാ ആകാശം നമ്മുടെ താഴെയാണ്. മുഅ്തഖിദൻ ദഹലിക അത് വിശ്വസിച്ചും കൊണ്ട് ഒരാൾ പറഞ്ഞാൽ, ഇഅ്തിഖാദ് ചെയ്തും കൊണ്ട് ഒരാൾ പറഞ്ഞാൽ സിദുക്കുൻ ഈ അല്ലാഹുവിന്റെ അടുക്കൽ അത് സിദുക്കാണ്. അപ്പൊ അസ്സമാഉ തഹത്തന ഈ പച്ചക്കളവ് സാദിക്കാണ് എന്നാണ് പറയുന്നത്. സിദുക്കുൻ ഖൗലുഹു ഈ ഖായിലിന്റെ ഖൗല് അസ്സമാഉ ഫൗഖന ആകാശം മേലെയാണ് എന്നുള്ള ഖൗല്. ഗൈറ മുഅ്തഖിദിൻ ദാലിക അത് വിശ്വസിക്കാതെയാണ് പറഞ്ഞതെങ്കിൽ കദിബാണ്. ഇങ്ങനെയാണ് രണ്ടാമത്തെ കൗല്. ഒന്നാമത്തെ കൗല് ഖബർ വാക്കിനോട് യോജിക്കൽ സിദ്ക്ക്, വാക്കിനോട് യോജിക്കാതിരിക്കൽ കദിബ്. രണ്ടാം കൗല് ഇഅ്തിഖാദിനോട് യോജിക്കൽ അത് സിദ്ക്ക്, ഇഅ്തിഖാദിനോട് യോജിക്കാതിരിക്കൽ കദിബ്. ഒന്നാമത്തെ സ്ഥലത്ത് ഇഅ്തിഖാദിനോട് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഇത് വാക്കിനോട് യോജിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇഅ്തിഖാദിനോട് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ. രണ്ടാം കൗല് ഇഅ്തിഖാദിനോട് യോജിക്കലാണ്. ഖബർ എന്താണ്? ഇഅ്തിഖാദിനോട് യോജിക്കൽ. ഖബർ എന്ന് പറഞ്ഞാൽ ആ ലഫ്ളല്ല, ആ ലഫ്ളിൽ നിന്ന് അറിയപ്പെടുന്ന ഹുക്മ്, അതായത് കലാമിയായ നിസ്ബ. ആ നിസ്ബ ഇഅ്തിഖാദിയായ നിസ്ബയോട് ഇഅ്തിഖാദിനോട് ഒക്കലാണ്. അത് സിദ്ക്കും. ഇഅ്തിഖാദിനോട് ഒക്കാതിരിക്കൽ കദിബും. അവിടെ വാക്കിനോട് ഒക്കട്ടെ ഒക്കാതിരിക്കട്ടെ. വൽ മുറാദു ബിൽ ഇഅ്തിഖാദി ഇവിടെ ഇഅ്തിഖാദ് കൊണ്ടുള്ള മുറാദ് അൽ ഹുക്മു ദിഹ്നിയു അൽ ജാസിമു അവിർ റാജിഹു ജാസിമായ ദിഹ്നിയായ ഹുക്കുമാണ്. ഖാരിജിയായ ഹുക്കുമല്ല, കലാമിയായ ഹുക്കുമല്ല. ദിഹ്നിയായ ഹുക്കുമാണ് അൽ ജാസിമു. ജാസിമായ ദിഹ്നിയായ ഹുക്കുമ് അവിർ റാജിഹു അല്ലെങ്കിൽ റാജിഹായ ദിഹ്നിയായ ഹുക്കുമ്. ഫയഉമ്മുൽ ഇൽമ വൽ ദന്ന. അപ്പോ ഈ ഇഅ്തിഖാദ് ഇവിടെ ജാസിമായ ദിഹ്നിയായ ഹുക്കും അല്ലെങ്കിൽ റാജിഹായ ദിഹ്നിയായ ഹുക്കും, അപ്പോൾ ഇൽമിനെയും ദന്നിനെയും ഉൾപ്പെടുത്തും. അപ്പോൾ ഇഅ്തിഖാദിനെ രണ്ട് കിസ്മാക്കി, ഒന്ന് ഇൽമ്, ഒന്ന് ദന്ന്. ജാസിമായ ദിഹ്നിയായ ഹുക്കുമാകുമ്പോൾ ഇൽമ് എന്നും, റാജിഹായ ദിഹ്നിയായ ഹുക്കുമാകുമ്പോൾ ദന്ന് എന്നുമാണ് പറഞ്ഞത്. അതാണ് ഇവിടെ ഇഅ്തിഖാദ് കൊണ്ടുള്ള മുറാദ്. ജമ്മുൽ ജവാമി ബന്നാനി 153, 54, 55 നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ജമ്മുൽ ജവാമി ഒന്ന് മറിച്ചു നോക്കൽ നല്ലതാണ്. വജാസിമുഹു ജാസിമായ ഹുക്മ് അല്ലദീ ലാ യഖ്ബലു തഗയ്യുറ ഇൽമുൻ.
തഗയ്യുറിനെ കബൂൽ ചെയ്യാത്ത ജാസിമായ ഹുക്കുമ് അത് ഇൽമ്. വൽ കാബിലു തഗയ്യുറിനെ സ്വീകരിക്കുന്നത് ഇഅ്തിഖാദ്. രണ്ടും ജാസിമ് തന്നെയാണ്. അപ്പൊ ഇഅ്തിഖാദും ഇൽമും ജാസിമായിട്ടാ പറഞ്ഞത്. ഇവിടെ ഹുക്കുമിനെയാണ് കിസ്മത്ത് ചെയ്യുന്നത്. മക്തസിബ് ഇൽമാണ്, അല്ല ഹുക്കുമാണ്. വജാസിമുഹു അല്ലദീ ലാ യഖ്ബലു തഗയ്യുറ ഇൽമുൻ. തഗയ്യുറിനെ കബൂൽ ചെയ്യാത്ത ജാസിമായ ഹുക്കുമി ഇൽമ്. വൽ കാബിലു തഗയ്യുറിനെ കബൂൽ ചെയ്യുന്ന ഹുക്കുമ് ഇഅ്തിഖാദ്. ആ ഇഅ്തിഖാദ് സഹീഹാണ് എപ്പോൾ ഇൻതാബക്കൽ വാക്കിയാണ്. ഇവിടെ ഇഅ്തിഖാദ് വാക്കിനോടൊത്താൽ ജമ്മുൽ ജവാമിഇലാണ് ഇത് പറയുന്നത്. ബന്നാനി 153, 54, 55 പേജുകളിലായി. ഈ ഇഅ്തിഖാദ് സഹീഹാണ് ഇൻതാബക്കൽ വാക്കിയ, അതായത് ദിഹ്നിയായ ഹുക്കുമ് ഖാരിജിയായ നിസ്ബയോട് യോജിച്ചാൽ അത് സഹീഹായ ഇഅ്തിഖാദ് എന്നും, കഇഅ്തിഖാദിൽ മുഖല്ലിദി അന്നൽ ളുഹാ മന്ദൂബുൻ, ളുഹാ നിസ്കാരം സുന്നത്താക്കപ്പെട്ടതാണെന്നുള്ള വിശ്വാസം ഒരു മുഖല്ലിദിന്റെ ഇഅ്തിഖാദ്, അത് വാക്കിനോട് യോജിച്ച ഇഅ്തിഖാദാണ്. ഇത് സഹീഹായ ഇഅ്തിഖാദ് എന്ന് പറയും. വാക്കിനോട് യോജിച്ചിട്ടില്ലെങ്കിൽ ഫാസിദ് എന്നും പറയും. ഫാസിദുൻ ഇല്ലം യുതാബിക് കഇഅ്തിഖാദിൽ ഫലാസിഫത്തി അന്നൽ ആലമ ഖദീമുൻ. അവന്റെ ഇഅ്തിഖാദ് എന്താണ്? ആലം ഖദീമാണ് എന്നാണ്. ആ ഇഅ്തിഖാദ് വാക്കിനോട് യോജിച്ചിട്ടില്ല. അപ്പോൾ ഇഅ്തിഖാദ് രണ്ട് കിസ്മാക്കി. സഹീഹായ ഇഅ്തിഖാദ്, ഫാസിദായ ഇഅ്തിഖാദ്. പിന്നെ ജമ്മുൽ ജവാമിയിൽ തുടർന്ന് പറയുന്നു, വഗൈറുൽ ജാസിമി, ജാസിമല്ലാത്ത ഹുക്കുമ് ലന്നുൻ ഔ വവഹുമുൻ വശക്കുൻ. അപ്പൊ ജമ്മുൽ ജവാമിയില് ഹുക്കുമിനെ പല കിസ്മുകളാക്കിയിരിക്കുകയാണ്. ഹുക്കുമ് ഇൽമുണ്ട്, ഇഅ്തിഖാദ്. ആ ഇഅ്തിഖാദ് പിന്നെ രണ്ട് കിസ്മാണ്, സഹീഹായ ഇഅ്തിഖാദ്, ഫാസിദായ ഇഅ്തിഖാദ്. അപ്പൊ ജാസിമായ ഹുക്കുമ് അത് ഇൽമ് പെട്ടു, ഇഅ്തിഖാദും ഉൾപ്പെടും. പക്ഷേ തഗയ്യുറിനെ സ്വീകരിക്കാത്തത് ഇൽമ്, തഗയ്യുറിനെ സ്വീകരിക്കുന്നത് ഇഅ്തിഖാദ്. അത് സഹീഹുമുണ്ട്, ഫാസിദുമുണ്ട്. വഗൈറുൽ ജാസിമി, ജാസിമല്ലാത്ത ഹുക്കുമ് ലന്ന്, വഹ്മ്, ശക്ക്. അപ്പോൾ ജമ്മുൽ ജവാമിയിൽ ഹുക്കുമിനെ പല കിസ്മത്തുകളാക്കി. ഹുക്കുമിൽ ഇൽമുണ്ട്, ഇഅ്തിഖാദുണ്ട്. ഇഅ്തിഖാദ് രണ്ട് ഇനമാണ്. പിന്നെ ഇൽമ്, ലന്ന്, വഹ്മ്, ശക്ക്. ഇതെല്ലാം ഹുക്കുമിന്റെ കിസ്മത്തുകളാണ്. ഇവിടെ മക്സിമ ഹുക്കുമാണ്. ഇതിൽ ജമ്മുൽ ജവാമി ബന്നാനി 153, 54, 55 തുറന്നു നോക്കൽ ആവശ്യമാണ്. ഇവിടെ ഇഅ്തിഖാദിനെ രണ്ട് കിസ്മാക്കിയിരിക്കുകയാണ്. അതായത് ജാസിമായ ദിഹ്നിയായ ഹുക്കുമാണ് ഇവിടെ ഇഅ്തിഖാദ് കൊണ്ടുള്ള മുറാദ്, അല്ലെങ്കിൽ റാജിഹായ ദിഹ്നിയായ ഹുക്കുമ്. ജാസിമായ ദിഹ്നിയായ ഹുക്കുമ് എന്ന് പറയുമ്പോൾ റാജിഹ് ആയ ദിഹ്നിയായ ഹുക്കുമ് എന്ന് പറഞ്ഞു. അൽ മുറാദു ബിൽ ഇഅ്തിഖാദി, ഇഅ്തിഖാദ് കൊണ്ടുള്ള മുറാദ് അൽ ഹുക്കുമു ദിഹ്നിയുൽ ജാസിമു, ജാസിമായ ദിഹ്നിയായ ഹുക്കുമാണ്. അബിർ റാജിഹു ഫയഉമ്മുൽ ഇൽമ വല്ലന്ന എന്ന് പറഞ്ഞു. അപ്പോൾ ജമ്മുൽ ജവാമിയിൽ പറഞ്ഞതും മുഖ്തസറിൽ പറഞ്ഞതും എതിരുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. വ്യത്യാസമുണ്ടോ ഇല്ലേ? ഇവിടെ മുഖ്തസറിൽ ഇഅ്തിഖാദിനെ രണ്ട് കിസ്മാക്കി. ഒന്ന് ഇൽമ്, ഒന്ന് ലന്ന്. ജമ്മുൽ ജവാമിയിൽ ഹുക്മിനെ പല കിസ്മുകളാക്കി. അതിൽ ഒന്ന് ഇൽമ്, ഒന്ന് ഇഅ്തിഖാദ്, മറ്റൊന്ന് ലന്നുമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇഅ്തിഖാദിന്റെ കിസ്മാണ് ഇവിടെ ഇൽമിനെ ആക്കിയതെങ്കിൽ ജമ്മുൽ ജവാമിയിൽ ഹുക്കുമിന്റെ കിസ്മാക്കി ഇൽമിനെയും ഇഅ്തിഖാദിനെയും ലന്നിനെയും. ഇവിടെ ഇഅ്തിഖാദിന്റെ രണ്ട് കിസ്മുകളാക്കി ഇൽമിനെയും ലന്നിനെയും. ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഈത്തിക്കാദ് കൊണ്ടുള്ള മുറാദ് ഇതാണ്. ജാസിമായ ദീനിയായ ഹുക്കുമോ റാജിഹായ ദീനിയായ ഹുക്കുമോ. അതായത് റാജിഹ് തന്നിൽപ്പെടും. അത് ജമ്മുൽ ജവാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വഹറുൽ ജാസിമി ലന്നും വഹുമും വശക്കുൻ ലിഅന്നഹു ഇമ്മാ റാജിഹുൻ. അപ്പോൾ ലന്നായി. ഔ മർജൂഹുൻ. അപ്പോൾ വഹുമായി. ഔ മുസാവിൻ. അപ്പോൾ ശക്കായി. പിന്നെ വഹാദ ഈ കീല പ്രകാരം യുഷ്കിലു ഇഷ്കാലാക്കും. ഈ കീല എന്താണ്? ഈ കൗല്, ഈ അഭിപ്രായം ഇഷ്കാലാക്കും. സിദ്ക്കിന്റെയും കദിബിന്റെയും ഈ തഫ്സീർ അത് ഷാക്കിന്റെ ഖബറിനെ ഇഷ്കാലാക്കും. കാരണം അദമിൽ എയ്തിക്കാദി ഫീഹി, ഷാക്കിൽ എന്തില്ല? എയ്തിക്കാദില്ല. ഷാക്കിന്റെ ഖബറിൽ എന്തില്ല? എയ്തിക്കാദില്ല. ഫയൽസമുൽ വാസിത്തത്തു, അല്ലെങ്കിൽ വാസിത്തത്ത. ഇപ്പോൾ വാസിത്തനെ ലാസിമാക്കും. സിദ്ക്കും ഖബറും സിദ്ക്കും കദിബും അല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് വരും. ഫയൽസമുൽ വാസിത്തത്തു, അപ്പോൾ വാസിത്ത ലാസിമാകും. ഫയൽസമുൽ വാസിത്തത്തു വലായത്തഹഖഖുൽ ഇൻഹിസാറു, ഇൻഹിസാർ എന്താവുകയില്ല, തഹഖുക്കാവുകയില്ല. ഇവിടെ സിദ്ഖുനും ഖബറിലും മുൻഹസിറാണ് എന്ന രൂപത്തിലാണ് നമ്മളെ സംസാരം. ഷാക്കിന്റെ ഖബറിൽ എയ്തിക്കാദില്ലാത്തത് കൊണ്ട് എയ്തിക്കാദിനോട് വക്കാതിരിക്കുക എന്ന് പറയൽ സാധിക്കാവുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അല്ലാഹുമ്മ ഇല്ലാ യുക്കാല, അല്ലാഹുവേ പടച്ചവനെ പറയപ്പെട്ടാലൊഴികെ എന്ത്? ഇന്നഹു കാദിബുൻ, അത് കാദിബാണെന്ന് പറഞ്ഞാലൊഴികെ. ലിഅന്നഹു ഇദന്തഫൽ ഇത്തിക്കാദു, ഇത്തിക്കാദ് ഇല്ലെങ്കിൽ സദക്ക അദമു മുത്താബക്കത്തിൽ ഇത്തിക്കാദി അദമു മുത്താബക്കത്തിഹിൽ ഇത്തിക്കാദ. പിന്നെ ലിഅന്നഹു ഇദന്തഫൽ ഇത്തിക്കാദു, ഇത്തിക്കാദ് ഇല്ലാതെയായാൽ സദക്ക അദമു മുത്താബക്കത്തിൽ ഇത്തിക്കാദി. അങ്ങനെയാണ്. സദക്ക അദമു മുത്താബക്കത്തിൽ ഇത്തിക്കാദി, ഈത്തിക്കാദിനോട് ഒക്കാതിരിക്കൽ സാധിക്കായി. കാരണം ഈത്തിക്കാദില്ല, അതുകൊണ്ട് ഈത്തിക്കാദിനോട് ഒത്തിട്ടില്ല, അപ്പോൾ കാദിബാകും എന്നാണ് എന്ന് പറഞ്ഞാൽ ഒഴികെ. പിന്നെ വൽകലാമു ഫി അന്നൽ മഷ്കൂക്ക ഖബറുൻ ഔ ലൈസ ബി ഖബറിൻ, മഷ്കൂക്ക് ഷാക്കിന്റെ ഖബർ, അതാണ് മഷ്കൂക്കായ ഖബർ, അല്ല മഷ്കൂക്ക്. വൽകലാമു ഫി അന്നൽ മഷ്കൂക്ക, സംശയിക്കപ്പെട്ടൊരു കാര്യം ഖബറുൻ ഖബറാണോ, ഔ ലൈസ ബി ഖബറിൻ, അത് അല്ലേ ഖബറല്ലയോ, അത് മദ്കൂറും ഫി ശറഹി, മുത്തവ്വലിൽ പറഞ്ഞിട്ടുണ്ട്. ഫൽ യുത്താലഉ സമ്മ, അതവിടെ മുത്താല ചെയ്താൽ മതി. ആവശ്യമുള്ളവർ മുത്തവ്വല് മറിച്ചു നോക്കിയാൽ മനസ്സിലാകും. സമ്മ, ഈ സമ്മ എന്നുള്ളത് ഇശാറത്തിന്റെ ഇസ്മിലത് സക്കത്തിന്റെ ഹായിനെ കൊടുത്തതാണ്. കാരണം അൽഫയിൽ പറഞ്ഞിട്ടുണ്ട് വഖിഫ് ബിഹസ്സകത്തി അലൽ ഫീലിൽ മുഅൽ ബിഹദിഫി ആഖിരിൻ കഅതി മൻസഅൽ. ആഖിർനക്കളികൾ കൊണ്ട് ഇല്ലത്ത് നടത്തപ്പെട്ട ഫീലിന്റെ മേൽ സക്കത്തിന്റെ ഹാ കൊണ്ട് വഖഫ് നീ ചെയ്തോ. കഅതി എന്ന് പറയും പോലെ. വവസുലു, എന്നിട്ട് ഇങ്ങനെ 2-3 ബൈത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു വവസുലുഹാ ബിഗൈരി തഹരീകിൻ ബിനാ ഊദീമ ശദ്ദാ ഫിൽ മുദാമിസ്തുഹ്സിനാ. ആ സക്കത്തിന്റെ ഹായിനെ ചേർക്കല് ബിഗൈരി തഹരീകി ബിനാഇൻ ഉദീമ, ദായിമായ ബിനായിന്റെ ഹർക്കത്തല്ലാത്ത ഹർക്കത്തിനോട് ചേർക്കൽ. അതായത് ദായിമല്ലാത്ത ബിനായിന്റെ ഹർക്കത്തിനോട് ചേർക്കൽ ഷാദാണ്. ദായിമല്ലാത്ത ബിനായിന്റെ ഹർക്കത്ത് ചില സമയത്ത് മാത്രം മബിനിയാക്കുക എന്ന് പറഞ്ഞ കുറെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഫിൽ മുദാമിസ്തുഹ്സിനാ വവസ്ലുഹാ ബിഗൈരി തഹരീകിൻ ബിനാ
ഫിൽ മുദാമിസ്തുഹ്സിന. ദായിമായ ബിനായിന്റെ ഹർക്കത്ത് അല്ലാത്ത ഹർക്കത്തിനോട് ചേർക്കൽ സാധാണെന്നും ഫിൽ മുദാമിസ്തുഹ്സിന ദായിമായ ബിനാഹിന്റെ ഹർക്കത്തിനോട് ചേർക്കൽ അത് ഉസ്തുഹ്സിന ഭംഗിയുള്ള കാര്യവുമാണ്. അപ്പൊ സമ്മഹ് എന്ന് പറയുന്ന ഈ സക്കത്തിന്റെ ഹായിന് വഖഫിന്റെ സമയത്ത് കൊടുക്കൽ നിർബന്ധം ഒന്നും അല്ല, അത് ഒരു ചൊറുക്കാണ്, ഒരു ഭംഗിയാണ് എന്നർത്ഥം. ഇതാണ് ഫൽ യുത്താല സമ്മാഹ്. പിന്നെ ബിദലീലി ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗലിന്റെ ദലീൽ കൊണ്ട് എന്ത്, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹി വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഈ ആയത്താണ് നല്ലാമിനുള്ള തെളിവ്. എന്ത്, ഖബർ സാദിക്കാവുക എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദിനോട് വക്കലാണെന്നും കാദിബാവുക എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദിനോട് വക്കാതിരിക്കലാണെന്നും എന്നതിനുള്ള തെളിവ് സൂറത്തുൽ മുനാഫിഖീൻ സൂറത്തിലെ മുനാഫിഖൂൻ സൂറത്തിലെ ഈ ആയത്താണ്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖൂന ലകാദിബൂൻ. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖീങ്ങൾ കാദിബീങ്ങളാണെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ എന്താ സംഭവം? ഫഇന്നഹു തആല, അല്ലാഹു തആല ജഅലഹും, ഈ മുനാഫിഖീങ്ങളെ ആക്കി. ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഫഇന്നഹു തആല ജഅലഹും, ഈ മുനാഫിഖീന, ഈ ശുറൂഹത്തുൽ ഹീസില് ഇന്നൽ മുനാഫിഖൂന എഴുതി അച്ചടിയില് എന്ത് ചെയ്യും? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഫഇന്നഹു തആല, അല്ലാഹു തആല ജഅലഹും, മുനാഫിഖീങ്ങളെ ആക്കി, കാദിബീന, കള്ളന്മാരാക്കി, വ്യാജന്മാരാക്കി, കളവ് പറയുന്നവരാക്കി, ഫീ ഖൗലിഹിം, അവരുടെ വാക്കിൽ, ഇന്നക ലറസൂലുള്ളാഹി, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവര് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിനെപ്പറ്റി അല്ലാഹു തആല അവരെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? കാദിബീങ്ങളാണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം, അദമി മുതാബഖത്തിഹി, ആ കൗല് യോജിക്കാത്തതിന് വേണ്ടിയാണ്. ഇഅ്തിഖാദിഹിം, അവരുടെ ഇഅ്തിഖാദിനോട് യോജിക്കാത്തതിന് വേണ്ടിയാണ്. ശരിയാണ്, അവരുടെ ഇഅ്തിഖാദിനോട് യോജിച്ചിട്ടില്ല, അവർ മുനാഫിഖീങ്ങളാണല്ലോ. മുനാഫിഖീങ്ങളുടെ ഇഅ്തിഖാദിനോട് യോജിക്കാത്തതാണത്. ഇന്നക ലറസൂലുള്ളാഹി, കണ്ടോ? വഇൻ കാന മുതാബിഖൻ ലിൽ വാഖിഇ, അത് വാഖിനോട് യോജിച്ചാലും ശരി എന്നാ പറയുന്നത്. ഇതാണിപ്പോ നദ്വാമിനുള്ള തെളിവ്. മുനാഫിഖീങ്ങൾ ഇന്നക ലറസൂലുള്ളാഹി എന്ന് പറഞ്ഞത് അവരുടെ ഇഅ്തിഖാദിനോട് യോജിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇന്നഹും ലകാദിബീൻ എന്ന് പറഞ്ഞത്. ഇഅ്തിഖാദിനോട് യോജിക്കാത്തതുകൊണ്ടാണ് കാദിബീങ്ങൾ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ കാദിബീൻ എന്ന് പറഞ്ഞത് അവര് കാദിബീങ്ങളാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതെന്താണ് അവരെപ്പറ്റി അങ്ങനെ പറയാനുള്ള കാരണം? വാക്കിനോട് യോജിച്ച കലാമാണല്ലോ അത്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വാക്കിനോട് യോജിച്ചതാണ് എന്നിരിക്കെ അവര് പറഞ്ഞത് സിദ്ഖാണല്ലോ. അത് സാദിഖായ ഖബറാണ്, യഥാർത്ഥത്തിൽ അത് സാദിഖായ ഖബറാണ്. എന്നിട്ടും അല്ലാഹു തആല അവരെപ്പറ്റി കാദിബീങ്ങൾ എന്ന് പറഞ്ഞത് അവരുടെ ഇഅ്തിഖാദിനോട് യോജിക്കാത്തത് കൊണ്ടാണ്. ഇതാണ് അവർക്കുള്ള ഈ നദ്വാമിനുള്ള തെളിവ്. പിന്നെ വറുദ്ദ ഹാദൽ ഇസ്തിദ്ലാലു, ഈ ഇസ്തിദ്ലാലിനെ റദ്ദ് ചെയ്യപ്പെട്ടു. ഇവരുടെ ഈ തെളിവിനെ റദ്ദ് ചെയ്യപ്പെട്ടു. എന്താണ് റദ്ദ്?
ورد هذا الاستدلال بأن المعنى മഅന കാദിബൂന ഫി ഷഹാദത്തി, ഈ ഷഹാദത്തിൽ അവർ കളവ് പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റദ്ദ് ചെയ്യപ്പെട്ടു. ഇന്നക്കൽ റസൂലുള്ളാഹി എന്ന ആ മഷ്ഹൂദ് ബിഹിയിലല്ല അല്ലാഹു തആല അവരെ കാദിബീങ്ങൾ എന്ന് പറഞ്ഞത്, ആ ഷഹാദത്തിനെ സംബന്ധിച്ചാണ്. ആ ഷഹാദത്ത് അവര് കളവാണ് പറഞ്ഞത്. കാരണം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളതിനെ നാവ് കൊണ്ട് ഉറപ്പിച്ചു പറയലാണ്. അവർ മനസ്സിലുള്ളത് അല്ലാഹു തആല കൽബിൽ ഉള്ളത് പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഷഹാദത്ത്. അപ്പൊ ഷഹാദത്തിൽ അവർ കളവ് പറയുന്നവരാണ്. മുവാത്തഅത്തിനെ അവർ വാദിക്കുന്നതിലും, മുവാത്താത്ത എന്താണ്, അതായത് ലിസാൻ കൽബിനോട് അവരുടെ വാക്ക് അവരുടെ ഹൃദയത്തോട് യോജിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം. നഷ്ഹദു ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നഷ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഇന്നക്കൽ റസൂലുള്ളാഹി. അപ്പോൾ ഇന്നക്കൽ റസൂലുള്ളാഹി എന്നവരുടെ ഖബർ ഞങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉള്ളതാണ്, ഞങ്ങളുടെ വിശ്വാസം അതാണെന്നാണ് അവരുടെ വാദം. ആ വാദത്തിൽ അവർ കളവ് പറയുന്നവരാണ്. അവരുടെ വാദം അതാണെന്ന് അവര് സമ്മതിക്കുന്നു നഷ്ഹദു എന്ന് പറയുന്നത് കൊണ്ട്. തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ സാക്ഷ്യം വഹിക്കലിൽ അവർ കളവ് പറയുന്നവരാണ്. കാരണം ആ ഷഹാദത്തിൽ എന്തുണ്ട്, ഒരു കാദിബായ ഖബർ ഉൾക്കൊള്ളുന്നുണ്ട്. ഫത്തക്ദീബു, അപ്പോ അല്ലാഹുവിന്റെ ഈ കളവാക്കൽ റാജിയുൻ ഇല ഷഹാദത്തി, അത് ഷഹാദത്തിലേക്ക് മടങ്ങുന്നതാണ്. ബിഇത്തിബാരി തളമ്മുനിഹ, ആ ഷഹാദത്ത് ഉൾക്കൊള്ളലിനെ ഏറ്റുബാർ ചെയ്യലുകൊണ്ട് ഖബറൻ കാദിബൻ ഗൈറ മുതാബിഖിൻ ലിൽ വാഖിഇ, വാക്കിനോട് യോജിക്കാത്ത കാദിബായ ഒരു ഖബറിനെ അത് ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന ഏറ്റിബാർ കൊണ്ട് ഷഹാദത്തിലേക്ക് മടങ്ങുന്നതാണ്. ഏതാണ് ആ ഖബർ, ആ കാദിബായ ഖബർ? വഹുവ, ആ കാദിബായ ഖബർ അന്ന ഹാദിഹി ഷഹാദത്ത, ഞങ്ങളുടെ ഈ ഷഹാദത്ത്, ഈ നഷ്ഹദു, ഞങ്ങളുടെ ഈ സാക്ഷ്യം വഹിക്കൽ, മിൻ സമീമിൽ കൽബി, ഹൃദയത്തിന്റെ തനിച്ച ഹൃദയത്തിൽ നിന്നുള്ളതും, വഖുലൂസിൽ ഇഅ്തിഖാദി, തനിച്ച ഇഅ്തിഖാദിൽ നിന്നുമുള്ളതുമാണ്. ഒരു കളങ്കവുമില്ലാത്ത വാദമാണ്, ഒരു കളങ്കവും ഞങ്ങളുടെ ഈ ഖബറിലില്ല എന്നാണ് അവർ നഷ്ഹദു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഒരു കാര്യം കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളതിനെ നാവ് കൊണ്ട് ഉറപ്പിച്ചു പറയലാണ് സാക്ഷ്യം വഹിക്കൽ. ആ സാക്ഷ്യം വഹിക്കൽ ശരിയല്ല. അവരുടെ മനസ്സിൽ എന്തില്ല, അള്ളാഹുവിന്റെ മുത്ത് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവരുടെ കൽബിൽ ഇല്ല, റസൂലല്ല എന്നാണ് അവരുടെ വാദം. അപ്പൊ ഇല്ലാത്ത കാര്യം, മനസ്സിലില്ലാത്ത കാര്യത്തിൽ അവർ സാക്ഷ്യം വഹിച്ചു, അത് കരിബാണ്, അത് ശരിയല്ല, അത് കളവാണ്. അപ്പൊ ഷഹാദത്തിലേക്കാണ് മടങ്ങുന്നത്. ഇന്നക്കൽ റസൂലുള്ളാഹി എന്ന ആ മഷ്ഹൂദി ബിഹിയിലല്ല, ആ ഖബരിയായ കലാമിലല്ല, ഷഹാദത്തിലാണ്. ആ ഷഹാദത്ത് ഇൻഷാ ആയതുകൊണ്ടാണ് അത് ഒരു ഖബറിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് പറയും. ഏതു കാര്യം കൊണ്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ സാക്ഷ്യം വഹിക്കൽ എന്തിനെ അറിയിക്കുന്നു? ഞങ്ങൾ ഈ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തായി അവര് പറയുന്നത്? അപ്പോൾ ആദിഹി ഷഹാദത്തു സ്വാദിറത്തും മിൻ കൽബിനൽ ഖാലിസി, ഈ ഷഹാദത്ത് ഞങ്ങളുടെ ഖാലിസായ കൽബിൽ നിന്ന് ഉണ്ടായതാണ്. അതുപോലെ മിൻ ഇത്തിഖാദിൽ ഖാലിസി എന്ന ഈ ഖബർ, ഈ ഖബറിനെ പറ്റിയാണ് എന്ത് കാദിബീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതായത് ദഅവാക്കും അന്ന ഹാദിഹി ഷഹാദത്ത മിൻ സമീമിൽ ഖൽബി കദിബുൻ, നിങ്ങളുടെ വാദം ഈ ഷഹാദത്ത്
നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ളതാണ്, ഹൃദയത്തോട് യോജിച്ചത് തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞത് എന്നുള്ള നിങ്ങളുടെ വാദം. ആ വാദം ഈ നഷ്ഹദു എന്നതുകൊണ്ടാണ് ആ വാദം വരുന്നത്. ഈ വാദം എങ്ങനെ വന്നു? നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സാക്ഷ്യം വഹിക്കുന്നവരുടെ വാദം എന്തായി? ഞങ്ങളുടെ ഈ ഷഹാദത്ത്, ഈ ഖബർ, ഏത് ഖബർ? ഇന്നക റസൂലുള്ളാഹി എന്ന ഖബർ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണ് എന്നാണ് നഷ്ഹദു എന്ന് പറഞ്ഞാൽ. ഇന്നക റസൂലുള്ളാഹ് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്നത് എന്നാണ് അവരുടെ വാദം. ആ വാദം ശരിയല്ല. അപ്പോ ഷഹാദത്തിലേക്കാണ് എന്ത് മടങ്ങുന്നത്? ഈ തക്ദീബ് മടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു. ഫതക്ദീബു റാജിഉൻ ഇല ഷഹാദത്തി, ഷഹാദത്തിലേക്ക് മടങ്ങുന്നതാണ്. ഷഹാദത്ത് ഒരു ഇൻശായിയായ ജുംല ആയതുകൊണ്ടാണ് ബിഇത്തിബാരി തളമ്മുനിഹ എന്ന് പറയാൻ കാരണം. ഏതൊരു ഷഹാദത്തിലും എന്തുണ്ടാവും? ഒരു തളമ്മുനിയായ ഖബർ ഉണ്ടാവും. അത് ശരിയാണ്, വാക്കിനോട് ഒത്തതാണെങ്കിൽ അത് സാദിക്കായ ഖബറായിരിക്കും, വാക്കിനോട് ഒത്തിട്ടില്ലെങ്കിൽ കാദിബായ ഖബറായിരിക്കും. ഇവിടെ വാക്കിനോട് ഒക്കാത്തത് കൊണ്ടെന്നാൽ കാദിബായ ഖബറാണ്. ബീറ്റിബാരി തളമ്മുനിഹ ഖബറൻ കാദിബൻ, ആ ഷഹാദത്തൊരു കാദിബായ ഖബറിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന ഏറ്റിബാറുകൊണ്ട്, അതായത് ഖൈറ മുത്താബിഖ് ലിൽ വാഖി വഹുവ, ആ കാദിബായ ഖബർ അന്ന ഹാദിഹി ഷഹാദത്ത, ഞങ്ങളുടെ ഈ സാക്ഷിമൊഴി മിൻ സമീമിൽ കൽബി, തനിച്ച ഹൃദയത്തിൽ നിന്നും, വഖുലൂസിൽ ഇഅ്തിഖാദി, തനിച്ച ഇഅ്തിഖാദിൽ നിന്നും ഉള്ളതാണ്. അതിന് തെളിവെന്താ? ബിഷഹാദത്തി ഇന്നക ലറസൂലുള്ളാഹി, ഇന്ന വല്ലാമി വൽ ജുംലത്തിൽ ഇസ്മിയത്തി. ഇന്നക ലറസൂലുള്ളാഹ് ഇസ്മിയായ ജുംല കൊണ്ടാ പറഞ്ഞത്. ഇസ്മിയായ ജുംല, അതുപോലെ തന്നെ ഇന്നക ലറസൂലുള്ളാഹി ലാമ്, പിന്നെ ഇന്ന. ഈ ഇന്ന ലാമ് ഈ മുഅക്കിദാത്ത്, ഇന്ന മുഅക്കിദാണ്, ലാമ് മുഅക്കിദാണ്, ഇസ്മിയായ ജുംല മുഅക്കിദത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ മുഅക്കിദാത്തിന്റെ കാരണങ്ങള്, ഈ മുഅക്കിദാത്തുകൾ ഉണ്ട് എന്ന ഷഹാദത്ത് കൊണ്ട്, തെളിവുകൊണ്ട് എന്തായി? ഇത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ളതാണ്. കാരണം ഒരു കാര്യത്തെ തൗക്കീദ് ചെയ്ത് പറയുമ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന സൈദല്ല കായിമം, തീർച്ചയായിട്ടും ചെയ്ത് നിൽക്കുന്നവനാണ് എന്ന് ഇന്ന കൊണ്ടും ലാമു കൊണ്ടും ഇസ്മിയായ ജുംല കൊണ്ടും തൗക്കീദ് ചെയ്യുമ്പോൾ സെയ്ദ് നിൽക്കുന്നവനാണെന്ന് പൂർണ്ണമായ വിശ്വാസം ഉള്ളോടത്തെ അത് ഉപയോഗിക്കുകയുള്ളൂ. ഇത് വിശ്വാസമില്ലാതെ ഇന്ന കൊണ്ടും ലാമു കൊണ്ടും ഇസ്മിയായ ജുംല കൊണ്ടും ഈ വിഷയത്തെ തൗക്കീദ് ചെയ്തതുകൊണ്ട് എന്ത് മനസ്സിലായി? ഇവരുടെ ഷഹാദത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് തന്നെയാണ്, ഞങ്ങളുടെ മനസ്സിൽ ഉള്ളത് തന്നെയാണ് എന്നാണ് അവരുടെ വാദം. അപ്പോൾ പിന്നെ അവിടെ ചോദ്യം, തൗക്കീദ് ചെയ്തത് മശ്ഹൂദ് ബിഹിയിലാണല്ലോ, ഷഹാദത്ത് നഷ്ഹദു എന്നതിനെ അല്ലല്ലോ തൗക്കീദ് ചെയ്തത്. അതായത് ഷഹാദത്തും മശ്ഹൂദ് ബിഹിയും ഒന്ന് തന്നെയാണ്. ഒന്നിനെ തൗക്കീദ് ചെയ്താൽ മറ്റതിനെ തൗക്കീദ് ചെയ്ത ഫലം തന്നെയാണ്. സാക്ഷ്യം വഹിക്കുന്ന കാര്യം ഇതാണല്ലോ, തൗക്കീദ് ചെയ്തും കൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വിഷയത്തെ തൗക്കീദ് ചെയ്തും കൊണ്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ സാക്ഷ്യം വഹിക്കൽ ശരിയല്ല. ആ സാക്ഷ്യം വഹിക്കലിൽ എന്ത് സമ്മതിക്കുന്നുണ്ടവര്? ഒരു കാര്യത്തെ തൗക്കീദ് ചെയ്തും കൊണ്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ കാര്യം ഞങ്ങളുടെ മനസ്സിൽ ഉള്ളതാണെന്ന് അവർ വാദിക്കുന്നു. ആ വാദം എവിടുന്ന്? ഈ നഷ്ഹദു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ഷഹാദത്തിൽ എന്തുണ്ട്? കളവുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇന്നക റസൂലുള്ളാഹിനെ തൗക്കീദ് ചെയ്ത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുള്ളത് തന്നെ ആണ് ഞങ്ങൾ ഈ സാക്ഷ്യം വഹിക്കുന്നത് എന്നായി അവരുടെ വാദം. ആ ഷഹാദത്ത് ശരിയല്ല. അവിൽ മാന ലകാദിബൂന ഫീ തസ്മിയത്തിഹ, അല്ലെങ്കിൽ മാന അവര് ഈ ഷഹാദത്ത്, ഈ ഖബറിനുക്ക്
ഷഹാദത്ത് എന്ന് പേര് വെച്ചതിൽ അവർ കളവ് പറയുന്നവരാണ്. ഐ ഫി തസ്മിയത്തി ഹാദൽ ഇഖ്ബാരി ഷഹാദത്തൻ. തസ്മിയത്തിഹാന്റെ ദമീർ ഷഹാദത്തിലേക്ക് ഒന്നാം മഫൂലിനെയും കളഞ്ഞു, ഫായിലിനെ പിന്നെ കളയാം. വഹദുഫു ഫായിലിൻ ഹുനാ ലാ യംതനി. മസ്തറിലെ ഫായിലിനെ കളയൽ തടസ്സമൊന്നുമില്ല. അപ്പൊ അവിൽ മാന അല്ലെങ്കിൽ മാനല കാദിബൂന ഫി തസ്മിയത്തിഹ, ഈ ഖബറിന് ഷഹാദത്ത് എന്ന് പേര് വെച്ചതിൽ അവർ കളവ് പറയുന്നവരാ. കാരണം ഐ ഫി തസ്മിയത്തി ഹാദൽ ഇഖ്ബാരി ഷഹാദത്തൻ, ഈ ഇഖ്ബാറിനിക്ക് ഷഹാദത്ത് എന്ന് പേര് വെച്ചതിൽ. കാരണം അന്ന ഷഹാദത്ത് മാ യകൂനു അലാ വിഫ്കിൽ ഈത്തിക്കാദി, ഈത്തിക്കാദുമായി യോജിച്ചതിന്റെ മേൽ ഉണ്ടാകുന്ന ഒന്നിനെ ഷഹാദത്ത് എന്ന് പറയുള്ളൂ. ഇവരുടെ ഈത്തിക്കാദിനോട് ഒക്കാത്ത കാര്യം അവര് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം വഹിക്കൽ ശരിയല്ല. അതിനവര് ഷഹാദത്ത് എന്ന് പേരിട്ടു. ഞങ്ങൾ മനസ്സിലില്ലാത്ത കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു എന്നർത്ഥം. അപ്പോൾ ഷഹാദത്ത് എന്ന് പേര് പറഞ്ഞത് അവര് കളവ് പറയുന്നവരാണ്. ഫഖൗലുഹു തസ്മിയത്തിഹ എന്ന കൗല് മസ്ദറുൻ മുളാഫുൻ ഇലൽ മഫൂലി സാനി, രണ്ടാം മഫൂലിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണ്. വല്ലവ്വലു മഹദൂഫുൻ, ഒന്നാം മഫൂല് കളയപ്പെട്ടതാണ്. ഒന്നാം മഫൂൽ ഏതാണ്? ഹാദൽ ഇഖ്ബാർ. ആദ്യം പറഞ്ഞോടത്ത് ആദ്യം പറഞ്ഞത് ഷഹാദത്തിൽ അവർ കളവ് പറയുന്നവരാണെന്ന, അതായത് അവരുടെ വാക്ക് ഹൃദയത്തിനോട് യോജിച്ചതാണെന്ന വാദം. ഇപ്പോൾ പറഞ്ഞതോ ഈ ഖബറിനക്ക് അവർ ഷഹാദത്ത് എന്ന് പേര് പറഞ്ഞു. ഈ ഖബറിന് അവർ ഷഹാദത്ത്, നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഹൃദയത്തിൽ ഇല്ലാത്തൊരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പാടില്ല. ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് സാക്ഷ്യം വഹിക്കൽ, അതിന് സാക്ഷ്യം വഹിക്കൽ എന്താണ്? പാടില്ലാത്ത കാര്യമാണ്, തെറ്റായ കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഹൃദയത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി അവർ സാക്ഷ്യം വഹിച്ചത്, അതിന് ഷഹാദത്ത് എന്ന് പേര് പറഞ്ഞത് ശരിയല്ല എന്നാണ് അർത്ഥം. പിന്നെ അവിൽ മാന അല്ലെങ്കിൽ മാന ഇന്നഹും ലകാദിബൂന ഫിൽ മശ്ഹൂദി ബിഹി, ഈ നല്ലാമ് പറഞ്ഞതുപോലെ തന്നെ മശ്ഹൂദി ബിഹിൽ അവർ കളവ് പറയുന്നവരാണ്. ഐനി കൗലഹും ഇന്നക്കൽ റസൂലുള്ളാഹി, ഇന്നക്കൽ റസൂലുള്ളാഹി എന്ന അവരുടെ കൗലിൽ അവരെന്താണ് കളവ് പറയുന്നവരാണ്. അത് ജാഹിദ് നേരത്തെ അല്ല, ജാഹിദല്ല, നല്ലാമ് നേരത്തെ പറഞ്ഞത് ഇന്നക്കൽ റസൂലുള്ളാഹി അവർ പറഞ്ഞു ഏറ്റിക്കാദിനോട് ഒക്കാത്തത് കൊണ്ട്, ഏറ്റിക്കാദിനോട് ഒക്കാത്തത് കൊണ്ടാണ് അല്ലാഹു തആല അവരെപ്പറ്റി കാദിബീങ്ങൾ എന്ന് പറഞ്ഞത് എന്നാണ്. അത് സമ്മതിച്ചും കൊണ്ട് തന്നെയാണ് മുസന്നിഫ് മറുപടി പറയുന്നത്. അവർ പറഞ്ഞതുപോലെ ഇന്നക്കൽ റസൂലുള്ളാഹി എന്ന വാക്കിൽ അവർ കളവ് പറയുന്നവരാണ്. ഏതില്ല? ഷഹാദത്തിൽ കളവ് പറയുന്നവരാണ് എന്നല്ല, ഷഹാദത്ത് എന്ന് പേര് പറഞ്ഞതിലും അല്ല. പക്ഷേ ലാക്കിൻ ലാഫിൽ വാക്കിയിൽ നഫ്സുൽ അംറിൽ, അത് വാക്കിനോട് യോജിക്കാത്തതിന് വേണ്ടിയല്ല. നഫ്സുൽ അംറിൽ അത് വാക്കിനോട് യോജിച്ചതാണ്. നഫ്സുൽ അംറിൽ ഖാരിജിയായ നിസ്ബയോട് യോജിക്കാത്തതിന് വേണ്ടിയല്ല. ബൽ ഫീ സുഅ്മിഹിം, അവരുടെ അൽ ഫാസിദായ നിഗമനപ്രകാരം അവരുടെ അടുക്കൽ അതെന്താണ്? വാക്കിനോട് യോജിച്ചിട്ടില്ല. നഫ്സുൽ അംറിൽ വാക്കിനോട് യോജിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ വിശ്വാസപ്രകാരം വാക്കിനോട് യോജിച്ചിട്ടില്ല. ഇന്നക്കൽ റസൂലുള്ളാഹി എന്ന വാക്കിൽ അവർ കളവ് പറയുന്നവരാണ്. കാരണം അവരുടെ സുഅ്മ് പ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം അത് വാക്കിനോട് യോജിച്ചിട്ടില്ല. ഈത്തിക്കാദിനോട് യോജിക്കാത്തതിന് വേണ്ടിയല്ല. ഈത്തിക്കാദിനോട് യോജിച്ചിട്ടില്ല, വാക്കിനോടും യോജിച്ചിട്ടില്ല. അപ്പൊ ഈത്തിക്കാദിനോട് യോജിക്കാത്തത് അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ വാക്കിനോടും യോജിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാം കൗലിനോട് യോജിച്ചല്ലോ.
ഫീ സുഅമിൽ ഫാസിദി വ ഇഅ്തിഖാദിഹിൽ ബാത്തിലി, അവരുടെ ബാത്തിലായ ഇഅ്തിഖാദ് പ്രകാരവും അത് വാക്കിനോട് യോജിച്ചിട്ടില്ല. നഫ്സുൽ അംറിൽ അത് വാക്കിനോട് യോജിച്ചതാണെങ്കിലും അതാണ് പറഞ്ഞത് ലാക്കിൻ ലാ ഫിൽ വാക്കി, നഫ്സുൽ അംറിൽ വാക്കിനോട് യോജിക്കാത്തതിന് വേണ്ടിയല്ല അവർ കാദിബീങ്ങളായത്. ബൽ ഫീ സുഅമിഹിൽ ഫാസിദി, അവരുടെ ഫാസിദായ സുഅമ് പ്രകാരം വാക്കിനോട് യോജിച്ചിട്ടില്ല. വഇത്തിഖാദിഹിൽ ബാത്തിലി ലിഅന്നഹും അവർ യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്നു അന്നഹു ഗൈറു മുതാബിഖിൻ ലിൽ വാഖി, ഇന്നക റസൂലുള്ളാഹി എന്നുള്ളത് വാക്കിനോട് യോജിച്ചിട്ടില്ല എന്നാണ് അവര് വിശ്വസിക്കുന്നത്. അപ്പോ അവരുടെ വിശ്വാസപ്രകാരം വാക്കിനോട് യോജിച്ചിട്ടില്ല. ഫയകൂനു കാദിബൻ ബിഇത്തിഖാദിഹിം, അവരുടെ ഇത്തിഖാദ് പ്രകാരം അത് കാദിബാകും. വഇൻ കാന സാദിഖൻ ഫീ നഫ്സിൽ അംരി, നഫ്സുൽ അംറിൽ അത് സാദിഖാണെങ്കിലും. അപ്പോൾ ഇന്നക റസൂലുള്ളാഹി എന്ന് മുനാഫിക്കീങ്ങൾ പറഞ്ഞല്ലോ, അവരുടെ അടുക്കൽ വാക്കിനോട് യോജിക്കാത്തതാണ്. അപ്പോൾ പിന്നെ അവർ നശ്ഹദു എന്ന് പറയുമ്പോൾ അവർ എന്ത് പറഞ്ഞതുപോലെയായി? ഫകഅന്നഹു ഖീല, പറയപ്പെട്ടതുപോലെ. ഇന്നഹും യസ്അമൂന അന്നഹും കാദിബൂന ഫീ ഹാദൽ ഖബരി സാദിഖി, അവര് വാദിക്കുന്നു ഈ സാദിഖായ ഖബറിൽ അവർ കളവ് പറയുന്നവരാണെന്ന് അവർ വാദിക്കുന്നു എന്ന് പറയപ്പെട്ടതുപോലെയായി. കാരണം എന്താണ്? ഫകഅന്നഹു ഖീല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്നഹു ലകാദിബൂൻ എന്ന് പറഞ്ഞത് കാരണം അവരുടെ ഇഅ്തിഖാദിനോട്, അവരുടെ ഇഅ്തിഖാദ് പ്രകാരം വാക്കിനോട് യോജിക്കാത്തതാണ്. അതുകൊണ്ട് അവർ എന്ത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇഅ്തിഖാദിനോട് യോജിക്കാത്തതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കളവ് പറയുന്നവരാണെന്ന് അവർ വാദിക്കും പോലെ. ഫകഅന്നഹു ഖീല, അപ്പൊ പറയപ്പെട്ടതുപോലെ എന്ത്? ഇന്നഹും യസ്അമൂന അന്നഹും കാദിബൂന ഫീ ഹാദൽ ഖബരി സാദിഖി, ഈ സാദിഖായ ഖബറിൽ, ഇന്നക റസൂലുള്ളാഹി എന്ന സാദിഖായ ഖബറിൽ അവർ കളവ് പറയുന്നവരാണെന്ന് അവർ വാദിക്കുന്നവരാണെന്ന് പറയപ്പെട്ടതുപോലെ എന്ന് വെക്കുമ്പോൾ വഹീനേദിൻ, ആ സമയത്ത്, ഏത്? അവരുടെ സ്വഭാവപ്രകാരം വാക്കിനോട് യോജിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ ഈ ഇന്നക റസൂലുള്ളാഹി എന്നതിൽ കളവ് പറയുന്നവരാണ് എന്ന് വെക്കുമ്പോൾ ലാ യകൂനുൽ കദിബു, കദിബാവുകയില്ല, ഇല്ലാ ബിമാന അദമിൽ മുത്താബഖത്തിൽ വാഖി, വാക്കിനോട് യോജിക്കാത്തത് അദമുൽ ഇല്ലാ ബിമാന അദമിൽ മുത്താബഖത്തിൽ വാഖി, വാക്കിനോട് യോജിക്കാതിരിക്കൽ എന്ന മാനാക്ക് അല്ലാതെയാവുകയില്ല. അപ്പോൾ വാക്കിനോട് യോജിക്കാത്തത് കൊണ്ടാണ് അവരെ പറ്റി അല്ലാഹു തആല കാദിബീങ്ങൾ എന്ന് പറഞ്ഞത്. ഇന്നക റസൂലുള്ളാഹി എന്നുള്ളത് നഫ്സുൽ അംറിൽ വാക്കിനോട് യോജിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഇഅ്തിഖാദ് പ്രകാരം വാക്കിനോട് യോജിച്ചിട്ടില്ല. അപ്പോൾ വാക്കിനോട് യോജിക്കാത്തത് കൊണ്ടാണ് ഇവിടെ എന്താണ് അവരെ പറ്റി കാദിബീങ്ങൾ എന്ന് പറഞ്ഞത്. വഹീനൈദിൻ ലാ യകൂനുൽ കദിബു, കദിബാവുകയില്ല, ഇല്ലാ ബിമാന അദമിൽ മുതാബഖത്തിൽ വാഖി, വാക്കിനോട് യോജിക്കാതിരിക്കൽ എന്ന മാനാക്കല്ലാതെയാവുകയില്ല. ഫൽയുതഅമ്മൽ, നല്ലോണം ആലോചിച്ചോളണം. ലിഅല്ലാ യുതവഹമ, ഊഹിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അന്നഹാദ, മുസന്നിഫിന്റെ മൂന്നാമത്തെ മറുപടി, ഇഅ്തിറാഫുൻ, സമ്മതിക്കലാണ്, ബി കൗനി സിദ്ഖി വൽ കദിബി, സിദ്ഖും കദിബും ആവലുകൊണ്ട് റാജിഅൈന ഇലൽ ഇഅ്തിഖാദി, ഇഅ്തിഖാദിലേക്ക് മടങ്ങുന്നതാവലുകൊണ്ട് സമ്മതിക്കലാണ് എന്ന് ഊഹിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം ആലോചിച്ചോളണം. കാരണം അല്ലാഹുവിന്റെ വാദം എന്താണ്? ഇന്നക റസൂലുള്ളാഹി എന്ന് മുനാഫിക്കുകൾ ഇഅ്തിഖാദിനോട് യോജിക്കാത്തത് കൊണ്ട് കാദിബാണെന്ന് പറഞ്ഞു. ഇപ്പോൾ മുസന്നിഫ് പറയുന്നത് ഇന്നക റസൂലുള്ളാഹി എന്ന ആ വാക്കിൽ തന്നെയാണ് അവരെ പറ്റി കാദിബീങ്ങൾ എന്ന് പറഞ്ഞത്. പക്ഷേ അത് ഇഅ്തിഖാദിനോടൊക്കാത്തതിന് വേണ്ടിയല്ല, അവരുടെ അടുക്കൽ അത് വാക്കിനോടൊക്കാത്തതിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഇഅ്തിഖാദിനോടൊക്കാത്തതിന് വേണ്ടിയല്ല, വാക്കിനോടൊക്കാത്തതിന് വേണ്ടിയാണ്. അപ്പോൾ ഇഅ്തിഖാദിലേക്ക് മടങ്ങുന്നതല്ല, വാക്കിയിലേക്ക് തന്നെയാണ് സിദ്ഖും കദിബും മടങ്ങുന്നത് എന്ന് ചുരുക്കം. ഈ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. പിന്നെ
വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.